പാർലമെന്റിൽ ബജറ്റ് സമ്മേളനം തുടരുന്നു. കേന്ദ്ര ബജറ്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും ചർച്ച തുടരും. ബജറ്റ് അവഗണനയിൽ പ്രതിഷേധിച്ച് നീതി ആയോഗ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്ന് ഇന്ത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിമാർ. വിവരങ്ങളുമായി നമിത നാരായണൻ ചേരുന്നുണ്ട്. നമിത, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ആതിര, പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്നും തുടരുകയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും ഇത് സംബന്ധിച്ച ചർച്ചകളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ 27-ാം തീയതി നടക്കുന്ന നീതി ആയോഗിന്റെ യോഗത്തിലും ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിമാർ വിട്ടുനിൽക്കുമെന്നുള്ള ഒരു കാര്യം കൂടി പുറത്തെത്തുന്നുണ്ട്. വളരെയധികം അവഗണനയാണ് 27 സംസ്ഥാനങ്ങൾക്കും ഇക്കഴിഞ്ഞ ബജറ്റ് അവതരണത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും മാത്രമുള്ള ഒരു ബജറ്റ് അവതരണമായിരുന്നു ഇത്തവണത്തേതെന്ന് പറയേണ്ടി വരും. അത് മുൻനിർത്തി തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം വലിയ വിമർശനവുമായി കേന്ദ്രത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളതും. ഇതിൽ പ്രതിഷേധിച്ച് തന്നെയാണ് ഇന്നലെയും പാർലമെന്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബജറ്റ് അവതരണത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് കസേര നിലനിർത്താനുള്ള ഒരു ബജറ്റായിരുന്നു എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെ വേണം കാര്യങ്ങൾ നമുക്ക് അനുമാനിക്കാനും ആതിര. കാരണം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും മാത്രമായിട്ടുള്ള ഒരു ബജറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഇരു സംസ്ഥാനങ്ങൾക്കും, സഖ്യകക്ഷികൾ ഭരിക്കുന്ന ഈ ഇരു സംസ്ഥാനങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ ബജറ്റിൽ തുക വിലയിരുത്തുകയുണ്ടായി. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളെ ഒന്നും പേര് പോലും പരാമർശിക്കാതെയുള്ള ഒരു ബജറ്റ് അവതരണമായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ നിരാശാജനകം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരാണ് ഇത്തവണയുള്ളത്. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ മുൻനിർത്തി കേരളത്തിന് ഇത്തവണ വലിയ ഒരു പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു. എയിംസ് പോലുള്ള വിഷയങ്ങളിലൊക്കെ ഇത്തവണ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തകിടം മറിക്കുന്ന ഒരു ബജറ്റ് അവതരണമായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ കാഴ്ചവെച്ചത്. അതിൽ പ്രതിഷേധിച്ച് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം പാർലമെന്റിൽ പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്നത്. പാർലമെന്റിലെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി MP-മാരൊക്കെ ഇന്നലെയും പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. പാർലമെന്റിന് പുറത്തായിരുന്നു MP-മാരൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചോദ്യോത്തര വേളയിൽ ഇത്തരം പ്രതിഷേധങ്ങൾ അനുവദിക്കില്ല എന്ന് ലോക്സഭാ സ്പീക്കർ പറയുകയുണ്ടായി. അതോടുകൂടി തന്നെ പ്രതിപക്ഷം ഇന്നലെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കേരളത്തെ അവഗണിച്ചതിന് കേരളത്തിൻ്റെ MP-മാരൊക്കെ വലിയ പ്രതിഷേധം തന്നെയാണ് പാർലമെന്റിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷം ബഹളം വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പാർലമെന്റ് കടന്നു പോയിട്ടുണ്ടായിരുന്നു. ബീഹാറിലെയും ആന്ധ്രയിലെയും ഘടകകക്ഷികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബജറ്റ് അവതരണമായിരുന്നു ധനമന്ത്രി നടത്തിയിട്ടുണ്ടായിരുന്നത്. ബീഹാറിന് 58,900 കോടിയും ആന്ധ്രയ്ക്ക് 15,000 കോടി രൂപയുമാണ് ഈ ബജറ്റ് അവതരണത്തിൽ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ പോലും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ പൂർണ്ണമായി ഒരു അവഗണിക്കുന്ന ബജറ്റായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രതിഷേധിച്ച് തന്നെയാണ് ഇന്നും ചർച്ച നടക്കുന്നത്. 27-ാം തീയതി നടക്കുന്ന നീതി ആയോഗിന്റെ യോഗത്തിലും ഇന്ത്യ സഖ്യം മുന്നണി വിട്ടുനിൽക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി 2 വാക്കിലാണ് അദ്ദേഹം ഈ ബജറ്റിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കസേര നിലനിർത്താനുള്ള ഒരു ബജറ്റ്, അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. കൃത്യമായ വിഹിതങ്ങളൊന്നും മറ്റ് സംസ്ഥാനത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇതിന് ഇന്നലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ബജറ്റിനും എല്ലാ സംസ്ഥാനങ്ങളുടെയും പേരെടുത്ത് പറയാൻ കഴിയുമോ എന്നൊന്നും അറിയില്ല. കോൺഗ്രസ് ഇത്രയും കാലം ഭരിച്ച സ്ഥിതിക്ക് അവർക്കും അറിയാം അങ്ങനെ കഴിയില്ല എന്നൊക്കെയായിരുന്നു ധനമന്ത്രിയുടെ വിശദീകരണം. എന്നാൽ ഇത്രയും കാലം നടന്ന ഒരു ബജറ്റ് അവതരണം പോലെ ആയിരുന്നില്ല. വെറും 2 സംസ്ഥാനങ്ങളെയാണ് കൂടുതൽ പരിഗണിക്കുക മാത്രം ചെയ്തത്. എന്നാൽ പ്രളയ ദുരിതമുണ്ടായ ആസാമിനും ഹിമാചൽ പ്രദേശിനും ഒരു നീക്കിയിരിപ്പ് ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടായിരുന്നു. ഈ 4 സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് ഏകദേശം കുറച്ചെങ്കിലും പരിഗണന ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ടൂറിസം മേഖലയിലോ കാർഷിക മേഖലയിലോ ഒന്നും കർഷകർക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു ബജറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വലിയ നിരാശാജനകമായ ഒരു ബജറ്റ് അവതരണമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ആതിര. ശരി, നമിത നാരായണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.